ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചില്ലി പോർക്കും കുബൂസും ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ 1 കിലോ പോർക്ക്, 3 സവോള, 1 കാപ്സിക്കം, പച്ചമുളക്, സവോള എല്ലാം പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം. പോർക്ക് പീസാക്കിയത് കഴുകി വാരി എടുത്ത് വെള്ളം വാലാൻ വെച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പും പച്ചമുളകും ഇട്ട് എടുക്കാം. അതൊരു കുക്കറിലേക്ക് വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കണം. 4 വിസിൽ കേൾക്കണം. അപ്പം 4 വിസിൽ കേട്ട് കഴിഞ്ഞ് പോർക്ക് സ്റ്റൗവിൽ നിന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം വേവിച്ച പോർക്ക് പീസസ് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് 1 മുട്ടയും 3 സ്പൂൺ മൈദയും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടിയിലേക്ക് 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് പീസസ് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് ആ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇട്ട് വഴറ്റാൻ വെക്കാം. സവോളയും പച്ചമുളകും ഒരു 2 മിനിറ്റ് വഴന്നു വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന കാപ്സിക്കം ഇട്ട് വീണ്ടും വഴറ്റാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കളറും, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പോർക്കിറച്ചിയുടെ ഗ്രേവി, കുക്കറിലിരിക്കുന്ന ഗ്രേവി 1 കപ്പോളം കാണും, അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പോർക്ക്, ചില്ലി പോർക്കിന് വേണ്ട പോർക്കിറച്ചിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഇളക്കി ലാസ്റ്റ് സോസുകൾ ഒഴിക്കാം. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് എല്ലാം ഓരോ സ്പൂൺ വെച്ച് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ നമ്മുടെ ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കുബൂസ് ഉണ്ടാക്കാം. നമുക്ക് കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. അതിലേക്ക് 1 മുട്ട ഒഴിച്ചു. പിന്നെ ഇത് പൊങ്ങാനായിട്ട് 1 സ്പൂൺ ഈസ്റ്റ് പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയും വെള്ളവും ചേർത്ത് വെച്ചത് ഇതിലേക്ക് ഒഴിക്കും. പിന്നെ ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ കുഴച്ച് ഉരുട്ടി എടുത്ത് വെക്കണം. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടെ വെള്ളം വേണം. കുറച്ചുകൂടെ ലൂസായിട്ട് കുഴച്ചെടുത്ത് ഇത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു നനഞ്ഞ തുണി അതിൻ്റെ മേലെ ഇട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് തുണി മാറ്റി നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നല്ലപോലെ ഈ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം മാവ് കയ്യിലെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോരോ ബോളായിട്ട് ഓരോരോ ഉണ്ടയായിട്ട് എടുത്ത് പരത്തി കുബൂസ് ഉണ്ടാക്കാം. ഇത്രയും 2 കപ്പ് 3 കപ്പ് മൈദ ഇത് കുഴച്ച് വെച്ചത് ബോൾസ് ആക്കാനായിട്ട് ഒരു 10 കുബൂസ് കിട്ടും. നമുക്ക് 10 കുബൂസോളം കിട്ടും. അത് ചപ്പാത്തിക്ക് പറ്റുന്ന പോലെ നല്ല ഇതായിട്ട് പരത്തി എടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാനിലിട്ട് തിരിച്ചും മറിച്ചിട്ട് എടുത്ത് കുബൂസ് ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് പാനിലിട്ട് തിരിച്ചും മറിച്ചെടുക്കുമ്പോൾ കൊമള വന്ന് നല്ല കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുബൂസും ചില്ലി പോർക്കും കൂടി നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കേ.